Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 6th മൊഡ്യൂളിലെ ടോപ്പിക് ആയ കൈനമാറ്റിക് മെത്തേഡ് അപ്ലൈഡ് ടു കണ്ടിന്യൂസ് ബീംസ്. കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ബീംസിലെ കൊളാപ്സ് ലോഡ് ഓർ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. Here is the problem. Find the required value of plastic moment capacity in the continuous beam shown in figure. The loads shown in the figure are the collapse load. So, question il oru continuous beam A, B, C, D തന്നിട്ടുണ്ട്. ഈ continuous beamile plastic moment capacity determine ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന loads ഒക്കെ collapse load ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So, solution ലോട്ട് കടക്കാം. Kinematic method use ചെയ്ത് നമ്മൾ ഒരു സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ സ്പാൻ ആയിട്ടാണ് നമ്മൾ കൊളാപ്സ് മെക്കാനിസം വരയ്ക്കുന്നത്. സോ ഫസ്റ്റ് കൺസിഡർ ദി കൊളാപ്സ് മെക്കാനിസം ഓഫ് സ്പാൻ എ ബി. എ ബി എന്ന സ്പാനിൽ ഏതൊക്കെ പോയിന്റിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. എ ഫിക്സ്ഡ് ആണ്, സോ എ എന്ന പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ബി ഹിഞ്ച്ഡ് ആണെങ്കിലും മിഡിൽ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ബി ഫിക്സ്ഡ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ ബി എന്ന ഫിക്സ്ഡ് എൻഡിലും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ദെൻ എ ബി എന്ന സ്പാൻ എടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് യുഡിഎൽ ആണ് ക്യാരി ചെയ്യുന്നത്. എയും ബിയും ഫിക്സ്ഡ് ആണ്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഏത് പോയിന്റിലാണോ ആ പോയിന്റിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. എയും ബിയും ഫിക്സ്ഡ് ആണ്, ത്രൂ ഔട്ട് യുഡിഎൽ ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്? സെന്റർ പോയിന്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സ്ഡ് ബീം ക്യാരിങ് ത്രൂ ഔട്ട് യുഡിഎൽ ആണെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് occurs at the center. സോ ഏത് പോയിന്റിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് അവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുക. ഡ്രോ ദി റിഫ്ലക്റ്റഡ് ഡയഗ്രാം. ഏതൊക്കെ പോയിന്റ്സിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്യാം. എ എന്ന പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MP ആണ്. ക്വസ്റ്റ്യനിൽ എ ബി എന്ന പോർഷനിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MP ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സെന്റർ പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MP. ഇനി ബി എന്ന പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി BK എടുക്കുകയാണെങ്കിൽ 2 MP, BC എടുക്കുകയാണെങ്കിൽ 1.5 MP. അപ്പോൾ ബിയിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഏതായിരിക്കണം? ഫിഗർ ലീസ്റ്റ് വാല്യൂ. സോ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി is 1.5 MP. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ വർക്ക് ഡൺ is equal to WC into area of deflected diagram. Area of deflected diagram is half delta into L. Then internal work done 2 MP into theta 1 plus 2 MP into theta 1 plus theta 2 plus 1.5 MP into theta 2. Then next step എന്താ? ഓരോ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. From first triangle, theta 1 is equal to delta by 4. So delta is equal to 4 theta 1. Similarly, theta 2 is equal to delta by 4. Delta is equal to 4 theta 2. ഈ രണ്ട് ഇക്വേഷനിലും ഡെൽറ്റ കോമൺ ആണ്. So right hand side equate ചെയ്യുക. You will get theta 1 is equal to theta 2. Then internal work done compute ചെയ്യുക. 2 MP into theta 1 plus 2 MP into theta 1 plus theta 2 plus MP into theta 2. ഒന്നുകിൽ theta 1 നെ എല്ലാം theta 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ theta 2 ന് theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഞാൻ ഇവിടെ ത്രൂ ഔട്ട് theta 1 ആണ്. theta 2 ന് പകരം theta 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. You will get internal work done as 7.5 MP theta 1. Similarly, external work done compute ചെയ്യുക. WC into half into delta into L. WC value substitute ചെയ്യുക, ഡെൽറ്റ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, L വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇൻ ടേംസ് ഓഫ് theta 1. theta 1 ലുള്ള വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ യു വിൽ ഗെറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ആസ് 640 theta 1. ഇനി അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്, എക്സ്റ്റേണൽ വർക്ക് ഡൺ is equal to internal work done. External work done is 640 theta 1 and internal work done is 7.5 MP theta 1. equate ചെയ്യുക. theta 1 രണ്ടിടത്തും കോമൺ ആണ്, ക്യാൻസൽ ചെയ്തു പോകും. സോ യു വിൽ ഗെറ്റ് MP as 85.33 kilonewton meter. Okay. Next, consider the collapse mechanism of span BC. So BC എന്ന span consider ചെയ്യുമ്പോൾ B hinged ആണ്, but middle support ആയതുകൊണ്ട് തന്നെ it is assumed as fixed. So B യിൽ plastic hinge form ചെയ്യും. Similarly, C
middle hinged support ആയതുകൊണ്ട് it is assumed as fixed. So sealed plastic hinge form ചെയ്യും. Then BC എന്ന spanൽ രണ്ട് point load വരുന്നുണ്ട്. So രണ്ട് plastic hinge form ചെയ്യാനുള്ള possibility ഉണ്ട്. So BC എന്ന spanൽ നമുക്ക് രണ്ട് collapse mechanism consider ചെയ്യേണ്ടതായിട്ട് വരും. So first 100 kilonewton ലോഡിന് താഴെ plastic hinge form ചെയ്യുന്നതായിട്ട് consider ചെയ്യാം. So the first collapse mechanism of span BC where plastic hinge form under the load 100 kilonewton. ഏത് പോയിന്റിലാണോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് അവിടെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുക. ഞാനിപ്പോ 100 kilonewton താഴെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ കൊടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ബീമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം വരച്ചു. 100 kilonewton താഴെ നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 1 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 150 kilonewton കീഴിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ 2. Then പ്ലാസ്റ്റിക് ഹിഞ്ച് പോയിന്റ്സിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്യുക. ആ പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എഴുതുക. Then external work done compute ചെയ്യുക 100 delta 1 plus 150 delta 2. Then internal work done compute ചെയ്യുക 1.5 mp theta 1 plus 1.5 mp theta 1 plus theta 2 plus mp theta 2. Then first triangle consider ചെയ്യുക. First triangle നിന്നും you will get delta 1 is equal to 2 theta 1. Then second right angle triangle നിന്നും delta 1 is equal to 4 theta 2 എന്ന് കിട്ടും. രണ്ട് ഇക്വേഷന്റെയും left hand side same ആണ്. So right hand side equate ചെയ്യുക. You will get theta 1 is equal to 2 theta 2. Similarly, delta 2 is equal to 2 theta 1 എന്ന് delta 2 is equal to 2 theta 2 എന്ന് കിട്ടും. ജസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് tan theta എടുക്കുന്നു അത്രേ ഉള്ളൂ. ഓരോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് tan theta എടുക്കുകയാണ്. Then internal work done compute ചെയ്യുക. ഞാൻ ഇവിടെ theta 1 ന് പകരം 2 theta 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഈ ഇക്വേഷനിൽ theta 1 ന് പകരം 2 theta 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഞാൻ internal work done external work done in terms of theta 2 ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. So simplify ചെയ്യുമ്പോൾ you will get internal work done as 8.5 mp theta 2. Similarly, external work done compute ചെയ്യുക. Delta 1 ന് പകരം 4 theta 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Delta 2 ന് പകരം 2 theta 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുക. You will get external work done as 700 theta 2. ഇനി എന്ത് ചെയ്യുക? Principle of virtual work apply ചെയ്യുക. External work done is equal to internal work done. External work done 700 theta 2 which is equal to internal work done 8.5 mp theta 2. രണ്ട് സൈഡും theta 2 കോമൺ ആയിട്ട് വന്നു. ക്യാൻസൽ ചെയ്യുക. You will get mp as 82.35 kilonewton meter. Okay. Now consider the second collapse mechanism of span BC where plastic hinge form under the load 150 kilonewton. So 150 kilonewton കീഴിൽ plastic hinge form ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിൽ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് delta 2 കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് ബീമിന്റെ ഡിഫ്ലക്റ്റഡ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക. 150 kilonewton താഴെ നമ്മൾ delta 2 എന്ന വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 100 kilonewton താഴെ വരുന്ന ഡിഫ്ലക്ഷൻ ആണ് delta 1. Then deflected diagram വരച്ചു. പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്തു. ഓരോ പ്ലാസ്റ്റിക് ഹിഞ്ചിലെയും പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എടുത്ത് എഴുതി. Then external work done compute ചെയ്യുക 100 delta 1 plus 150 delta 2. Then internal work done compute ചെയ്യുക. Then ഈ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഫിഗറിൽ നിന്നും delta 2 will be 4 theta 1 and delta 2 is equal to 2 theta 2. Also delta 1 is equal to 2 theta 1. ഓരോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ delta 2 എന്ന് പറയുന്നത് 4 theta 1 ആണ്. അതുപോലെ delta 2 എന്ന് പറയുന്നത് 2 theta 2 ആണ്. അതുപോലെ delta 1 is 2 theta 1. ഇനി delta 2 ന്റെ ഇക്വേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ you will get theta 2 is equal to 2 theta 1. Then internal work done in the equation theta 2 ന് പകരം 2 theta 1 value substitute ചെയ്യുക. Simplify ചെയ്യുക. You will get internal work done as 8 mp theta 1. Then external work done compute ചെയ്യുക. Delta 1 ന് പകരം 2 theta 1 substitute ചെയ്യുക. Delta 2 ന് പകരം 4 theta 1 substitute ചെയ്യുക. Simplify ചെയ്യുക. You will get external work done as 800 theta 1. Then according to principle of virtual work, external work done is equal to internal work done. So external work done 800 theta 1 is equal to internal work
work done 8 mp theta 1. രണ്ട് സൈഡും theta 1 common ആണ് cancel ചെയ്യുക. You will get mp as 100 kilonewton meter. Okay. Then consider the collapse mechanism of span CD. CD എന്ന സ്പാനിലെ collapse mechanism consider ചെയ്യുക. CD എന്ന സ്പാനിൽ C hinged ആണെങ്കിലും middle support ആയതുകൊണ്ട് it is assumed as fixed. Hence C യിൽ plastic hinge form ചെയ്യും. അതുപോലെ D hinged ആണ്, end hinged support ആണ്. So D യിലെ plastic hinge form ചെയ്യില്ല. Then CD എന്ന span എടുക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റിലൂടെ വരുന്നുള്ളൂ. So ഈ പോയിന്റിലൂടെ താഴെ plastic hinge form ചെയ്യും. So ലോഡിന് താഴെ ഒരു virtual displacement delta കൊടുക്കുക. Draw the depicted diagram of span CD. Then plastic hinge form ചെയ്യുന്ന പോയിന്റിൽ plastic hinge മാർക്ക് ചെയ്യുക. Plastic hinge form ചെയ്യുന്ന പോയിന്റിലെ plastic moment capacity എടുത്തെഴുതുക. Then external work done compute ചെയ്യുക. External work done is 80 delta and internal work done is mp into theta 1 plus mp into theta 1 plus theta 2. Then right angle triangle ഓരോന്നായിട്ട് consider ചെയ്യുക. First right angle triangle consider ചെയ്യുമ്പോൾ delta is 2 theta 1. രണ്ടാമത്തെ right angle triangle consider ചെയ്യുമ്പോൾ delta is 4 theta 2. Then രണ്ട് equationനെയും right hand side equate ചെയ്യുമ്പോൾ you will get theta 1 is equal to 2 theta 2. Then internal work done compute ചെയ്യുക. Internal work done ന്റെ theta 1 ന് പകരം 2 theta 2 substitute ചെയ്യുക. So simplify ചെയ്യുക. You will get internal work done as 5 mp theta 2. Similarly, external work done compute ചെയ്യുക. 80 delta, delta ക്ക് പകരം 4 theta 2 substitute ചെയ്യുക. Simplify ചെയ്യുക. You will get external work done as 320 theta 2. Then according to principle of virtual work, external work done is equal to internal work done. That is 320 theta 2 is equal to 5 mp theta 2. രണ്ട് സൈഡിലും theta 2 common ആണ്, cancel ചെയ്തു പോകും. You will get mp as 64 kilonewton meter. So the plastic moment capacity of the structure will be mp. നമുക്ക് 4 collapse mechanism consider ചെയ്യേണ്ടതായിട്ട് വന്നു. 4 collapse mechanismത്തിലെ greater value ആയിരിക്കും structureന്റെ plastic moment capacity. So the plastic moment capacity of the structure is 100 kilonewton meter. 4 mechanism വരയ്ക്കുമ്പോഴും greater value ആയിരിക്കണം structureന്റെ plastic moment capacity. So the value is 100 kilonewton meter. Okay. So ഇന്ന് kinematic methodൽ continuous beams ന്റെ plastic moment capacity എങ്ങനെ determine ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിലുള്ള questions ആണ് കൂടുതലായിട്ടും യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.